മുത്തഖീങ്ങളിൽ പെടണമെങ്കിൽ സംശയമുള്ളതിനൊന്നും പോകരുത്. സംശയമാണോ അമ്പയ്ക്ക് പോണ്ട, പിന്നെ അവിടെ അതിനെപ്പറ്റി തീരുമാനം എടുത്തില്ലേ എന്നും പറഞ്ഞിട്ട് സംശയം ഉണ്ടോ പോണ്ട. സംശയമില്ലാത്ത എന്തെല്ലാം ഉണ്ട് ഇവിടെ. സംശയമുള്ളതിന് പോകാൻ പാടില്ല. അത് നബിതങ്ങൾ പഠിപ്പിച്ചൊരു പൊതു തത്വമാണ്. ആ തത്വം നമ്മുടെ പ്രവർത്തകന്മാർ പ്രാവർത്തികമാക്കണം. ബുഖാരിയിലെ ഹദീസാണ്. സംശയമുള്ളത് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം, എന്നാൽ ദീന രക്ഷപ്പെടുത്താൻ കഴിയും. അപ്പൊ സംശയമുള്ള സ്ഥലങ്ങളിലൊന്നും പോകരുത്. നമുക്ക് ഉറപ്പുള്ള എത്ര ഉണ്ട്, ഉറപ്പുള്ള ആളുകളിൽ എത്ര പോകാനുണ്ട്. പോയിക്കൂടെ? നമുക്ക് റയീസുൽ ഉലമന്റെ അടുത്ത് പോയിക്കൂടെ? സുൽത്താനുൽ ഉലമന്റെ അടുത്ത് പോയിക്കൂടെ? അലിബാബയ്ക്ക് തങ്ങളുടെ അടുത്ത് പോയിക്കൂടെ? അതേപോലെ തന്നെ കോട്ടൂർ ഉസ്താദിന്റെ അടുത്ത് പോയിക്കൂടെ? അതേപോലെ മുഹീസുന്ന പൊന്മുള ഉസ്താദിന്റെ അടുത്ത് പോയിക്കൂടെ? അങ്ങനത്തെ എത്ര ആലിമീങ്ങളും വലിയ വിവരമുള്ളവർ, എത്ര സാദാത്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എവിടെങ്കിലും സുബ്ഹാനല്ലാഹ് എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോഴേക്ക് പായാൻ പോണോ? അങ്ങനെ പാഞ്ഞിട്ടല്ലേ പലരും പിഴവിൽ പെട്ടുപോയത്. ആ പിഴവിൽ നിന്ന് പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നില്ലല്ലോ. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നതിനെ സംബന്ധിച്ച് നല്ല ബോധം വേണം നമുക്ക്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ കൊറോണയാണോ എന്ന് സംശയമുള്ള സ്ഥലത്ത് പോവില്ലല്ലോ. കുഷ്ഠരോഗമാണോ എന്ന് സംശയമുണ്ടെങ്കിൽ കൈ കൊടുക്കൂലല്ലോ. കുഷ്ഠരോഗമാണോ എന്നില്ല, സംശയമുണ്ടെങ്കിൽ നമ്മൾ കൈ കൊടുക്കൂലല്ലോ. അതിനേക്കാൾ കുഷ്ഠരോഗം വന്നാലെന്താ, കൊറോണ വന്നാലെന്താ, എന്ത് വന്നാലെന്താ, മരിക്കുന്നതോടെ പരിഹാരമല്ലേ. അതേസമയത്ത് ഈമാന് കേട് വന്നാൽ മരിക്കുന്നതോടെ പരിഹാരമല്ല. പിന്നെയോ ലഹിയൽ ഹൈവാൻ, മരണശേഷമുള്ള ജീവിതമാണ് യഥാർത്ഥ ജീവിതമെന്ന് ഖുർആൻ പറഞ്ഞ സ്ഥിരമായ ജീവിതം. കോടിക്കണക്കിന് കൊല്ലം കഴിഞ്ഞാലും തീരാത്ത ജീവിതമല്ലേ ഈമാൻ നഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെട്ടു പോകുന്നത്. അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ ഈമാൻ സലാമത്താക്കണേ. അള്ളാഹ് ഹക്കിന്റെ മേൽ നിലനിർത്തണേ. അള്ളാഹ്